കോഴിക്കോട് മുതലക്കുളത്ത് ചായക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്ക്. അപകടം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്ന സൂചന. കടയ്ക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഫയർഫോഴ്സ് പറയുന്നു. വിവരങ്ങളുമായി നയൻതാര ചേരുന്നു. നയൻതാര, എപ്പോഴാണ് ഇത് സംഭവം ഉണ്ടായത്? പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട്? ഫയർഫോഴ്സ് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? പുലർച്ചെ 7 മണിയോടുകൂടിയാണ് കോഴിക്കോട് മുതലക്കുളത്ത് ഈ ചായക്കടയിൽ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ തുറന്ന ചായക്കടയാണ്. ഇവിടെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് സിലിണ്ടറിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. വലിയൊരു ശബ്ദത്തോടുകൂടി അത് പൊട്ടുകയും ചെയ്തു. തുടർന്ന് കട മൊത്തം മുഴുവനായും കത്തുകയായിരുന്നു. 2 പേരായിരുന്നു ഈ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്നത്. ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് കടയിൽ തീ പടർന്നതിനാൽ അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ, ഈ സമയത്ത് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ എന്താ സംഭവിച്ചത്? സംഭവ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? അത് ഇവര് ഓപ്പണാക്കിയ സമയത്ത് അവർ ഗ്യാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് തുറന്ന സമയത്ത് പെട്ടെന്ന് സ്പെയർ വന്നു. അവർ ഗ്യാസ് പുറത്തേക്ക് എടുത്തിട്ട് എന്നതിന് ശേഷം ഫയർഫോഴ്സ് മറ്റുള്ളവർ വന്നിട്ട് ഓവറായിട്ട് സ്പെയർ ഉണ്ടായി ഗ്യാസിന്. അങ്ങനെ ഉണ്ടായതാണ് പ്രശ്നം. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നോ? വലിയ ശബ്ദം ഉണ്ടായിരുന്നു. വലിയ ശബ്ദമായിട്ട് ഗ്യാസിന്റെ സിലിണ്ടർ പൊട്ടിയിരുന്നു. അത് വലിയൊരു ശബ്ദം ഉണ്ടായിരുന്നു. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരാൾക്ക് പരിക്കുണ്ട്. വേറെ കാര്യമായിട്ടുള്ള അപകടമൊന്നുമില്ല. 2 പേരുണ്ടായിരുന്നു. വലിയൊരു ശബ്ദത്തോടു കൂടിയായിരുന്നു ഇവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കടയിൽ നിന്നും തീ പടർന്നതിനെ തുടർന്ന് ഈ സമയത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയ ശബ്ദത്തിൻ്റെ ഫലമായോ ആണോ എന്നറിയില്ല. സമീപത്തുള്ള കടയുടെ ചില്ല് തകർന്ന നിലയിലാണ് ഉള്ളത്. എന്തായാലും സംഭവ സമയത്ത് മീഞ്ചന്തയിൽ നിന്നും അതുപോലെ തന്നെ ബീച്ച് ഫയർഫോഴ്സിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി സംയോജിതമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കട ഏതായാലും പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. നയൻതാരയാണ് വിവരങ്ങൾ നൽകിയത്. കട ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ചു. അപകടം 2 പേരാണ് കടയിൽ ഉണ്ടായിരുന്നത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.